ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് 2024 റിലീസായ അമേരിക്കൻ ആക്ഷൻ ത്രില്ലർ എലിവേഷൻ എന്ന മൂവിയുടെ എക്സ്പ്ലനേഷനാണ്. പെട്ടെന്നൊരു ദിവസം ഭൂമിക്കുള്ളിൽ നിന്ന് റീപ്പേഴ്സ് എന്ന് വിളിക്കുന്ന അപ്പെക്സ് പ്രെഡേറ്റേഴ്സ് പുറത്തു വരികയും ഭൂമിയിലുള്ള 95% ആളുകളെയും കൊന്നുകളയുകയും ചെയ്യുന്നു. മനുഷ്യരെ മാത്രമായിരുന്നു റീപ്പേഴ്സ് ആക്രമിച്ചിരുന്നത്. ഗണ്ണുകൊണ്ടോ ബോംബ് കൊണ്ടോ പോലും ആ റീപ്പേഴ്സിനെ കൊല്ലാൻ സാധിച്ചിരുന്നില്ല. ബുള്ളറ്റ് പോലും ആ ജീവികളുടെ ശരീരത്തിൽ ഏൽക്കുന്നേയില്ല. ഒട്ടുമിക്ക എല്ലാ മനുഷ്യരെയും ആ ജീവികൾ ആക്രമിച്ച് കൊലപ്പെടുത്തുന്നു. എന്നാൽ 8000 അടി മുകളിൽ താമസിക്കുന്ന ആളുകളെ റീപ്പേഴ്സ് ആക്രമിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയ അവശേഷിക്കുന്ന മനുഷ്യർ മലമുകളിലേക്ക് താമസം മാറുന്നു. 8000 അടിയിൽ ഒരു വൈറ്റ് സേഫ്റ്റി ലൈനും അവർ വരയ്ക്കുന്നു. അതിനുശേഷമുള്ള മനുഷ്യരുടെ ജീവിതവും റീപ്പേഴ്സിനെ കൊല്ലാനുള്ള വഴിയും കണ്ടുപിടിക്കുന്നതുമൊക്കെയാണ് മൂവിയുടെ സ്റ്റോറി. സോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണൂ. യു ആർ വാച്ചിങ് എക്സ്പ്ലനേഷൻ ഫയൽസ്. മൂവിയുടെ തുടക്കത്തിൽ മലയുടെ മുകളിലുള്ള ഒരു വനത്തിലൂടെ നടന്നു വരികയാണ് ഹണ്ടർ എന്നു പേരുള്ള ഒരു ബോയ്. ഉയരം കൂടിയ ഒരു സ്ഥലത്ത് കയറിയിരുന്ന് അവൻ തൊട്ടപ്പുറത്തെ മലയിലുള്ള ഒരു ഗ്രാമം നിരീക്ഷിക്കുന്നു. ആ ഗ്രാമത്തിൽ ആരൊക്കെയോ ജീവിക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പെട്ടെന്ന് അവന്റെ പുറകിൽ നിന്നും ഒരു ശബ്ദം അവൻ കേൾക്കുന്നു. ഇത് കേട്ടതും അവൻ വേഗത്തിൽ തിരിച്ചു പോവാനായി ആരംഭിക്കുന്നു. എന്നാൽ എന്തോ ഒരു വസ്തു അവനെ പിന്തുടരുന്നതായി അവന് തോന്നുന്നുണ്ടായിരുന്നു. വൈറ്റ് സേഫ്റ്റി ലൈൻ കടന്നതും അവൻ കാലു തെറ്റി തറയിൽ വീഴുന്നു. തിരിഞ്ഞു നോക്കുന്ന അവന് ഇത്രയും നേരം അവനെ പിന്തുടർന്ന ആ ജീവിയെ കാണാനായില്ല. ഭയന്നു പോയ ഹണ്ടർ വൈറ്റ് സേഫ്റ്റി ലൈനിനെയും നോക്കിക്കൊണ്ട് അവിടെ തന്നെ ഇരിക്കുകയാണ്. ആ സീൻ അവിടെ കട്ടായി. റീപ്പേഴ്സിന്റെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ട 193 ആളുകൾ താമസിക്കുന്ന 8000 അടി മുകളിൽ മലയിലുള്ള ഒരു ഗ്രാമത്തെ കാണിക്കുന്നു. അവിടെയാണ് നമ്മുടെ കഥയിലെ ഹീറോ വില്ലും ജീവിക്കുന്നത്. ഹണ്ടർ എന്ന പേരുള്ള ആ ചെറിയ ബോയ് വില്ലിന്റെ മകനാണ്. നീ എന്തിനാണ് വൈറ്റ് സേഫ്റ്റി ലൈനും മറികടന്ന് താഴേക്ക് പോകുന്നത്? എത്ര തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങോട്ട് പോരുതെന്ന്. എനിക്ക് നീയല്ലാതെ വേറെ ആരുമില്ല എന്ന് നിനക്കറിയില്ലേ എന്നെല്ലാം ഹണ്ടറിനോട് പറയുകയാണ് വില്ല്. സോറി ഡാഡ്, ഇനി ഞാൻ അങ്ങനെ ചെയ്യില്ലെന്ന് അതിന് മറുപടി പറയുകയാണ് ഹണ്ടർ. അടുത്ത സീനിൽ വില്ലിന്റെ സുഹൃത്തായ കേറ്റി എന്ന ലേഡിയുമായി മലമുകളിലെ വനത്തിൽ വേട്ടയാടാനായി പോവുകയാണ് വില്ല്. ഹണ്ടർ ചെയ്ത കാര്യത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് അവർ രണ്ടുപേരും. അവന്റെ പ്രായത്തിൽ അവൻ മാത്രമാണ് നമ്മുടെ ക്യാമ്പിലുള്ളത്. ചിലപ്പോൾ അടുത്ത ഗ്രാമത്തിൽ അവന്റെ പ്രായത്തിലുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ പോകുന്നതാവും അവൻ. അതിന്റെ പുറകിലുള്ള അപകടത്തെക്കുറിച്ച് അവനെ പറഞ്ഞു മനസ്സിലാക്കൂ, എല്ലാം ശരിയാകുമെന്ന് പറയുകയാണ് കേറ്റി. അവൻ എങ്ങനെയാണ് തനിച്ചു വളരുക എന്ന കാര്യം ആലോചിച്ച് എനിക്കും വിഷമമുണ്ട്. പക്ഷേ ഇപ്പോൾ അവന് പോയത് അവന്റെ അമ്മയെ അവസാനമായി കണ്ട ആ സ്ഥലത്തേക്കാണ് എന്ന് പറയുകയാണ് വില്ല്. ഈ സമയം ഹണ്ടർ അവരുടെ ഫാമിലി ഫോട്ടോ നോക്കി വിഷമിച്ചിരിക്കുകയാണ്. ഒരു മാനിനെ വേട്ടയാടിയ ശേഷം അതിനെയും എടുത്ത് ക്യാമ്പിലേക്ക് വരികയാണ് വില്ലും കേറ്റും. അവിടെയുണ്ടായിരുന്ന നീന എന്ന ലേഡിയെ വില്ല് വെറുപ്പോടെയും ദേഷ്യത്തോടെയും നോക്കുന്നു. ആ നീന എന്ന ലേഡി അവിടെ ബുള്ളറ്റ്സ് വെച്ച് എന്തോ പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ പരീക്ഷണം പരാജയിക്കുന്നതിലുള്ള വിഷമം അവളുടെ മുഖത്ത് കാണാനാവും. ദിവസങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. ഒരു ദിവസം രാത്രി ഉറങ്ങാനായി പോവുകയാണ് വില്ല്. അപ്പോഴും ബുള്ളറ്റ്സും ഉപയോഗിച്ച് പരീക്ഷണങ്ങൾ ചെയ്യുന്ന നീനയെ നോക്കുകയാണ് വില്ല്. പെട്ടെന്ന് ഹണ്ടറിന് ശ്വാസതടസ്സം അനുഭവപ്പെടുന്നതും വില്ല് ഓടി വന്ന് ഒരു ഓക്സിജൻ സിലിണ്ടർ എടുത്ത് നോക്കുമ്പോൾ അത് എംപ്റ്റി ആയിരുന്നു. വേറൊരു സിലിണ്ടർ എടുത്ത വില്ല് അത് ഹണ്ടറിനെ അണിയിക്കുന്നു. ഹണ്ടറും നോർമലാവുന്നു. അവനെ കെട്ടിപ്പിടിച്ച് വിഷമിക്കുകയാണ് വില്ല്. അവന്റെ കയ്യിലുള്ള ഓക്സിജൻ സിലിണ്ടറുകൾ കഴിഞ്ഞിരുന്നു. മാപ്പ് എടുത്ത് ചെക്ക് ചെയ്യുന്ന വില്ല് അവരുടെ ക്യാമ്പിനടുത്തുള്ള ബോൾഡർ എന്ന സ്ഥലത്തുള്ള ഹോസ്പിറ്റലിൽ ഓക്സിജൻ സിലിണ്ടർ ഉണ്ടാവുമെന്ന് മനസ്സിലാക്കുന്നു. അടുത്ത ദിവസം ഹണ്ടറിന് വേണ്ടി മാക് ആൻഡ് ചീസ് വാങ്ങാനായി പോവുകയാണ് വില്ല്. ക്യാമ്പിൽ അവർ ബാർട്ടർ സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത്. അതായത് കറൻസി എന്നത് അവിടെയില്ല. ഒരു വസ്തുവിന് പകരം മറ്റൊരു വസ്തു കൈമാറ്റം ചെയ്യുന്ന രീതിയാണ് ബാർട്ടർ സിസ്റ്റം. മാക് ആൻഡ് ചീസ് വാങ്ങാൻ ഒരു കാരണമുണ്ട്. ഇന്ന് ഹണ്ടറിന്റെ ബർത്ത്ഡേ ആണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ബർത്ത്ഡേ ആഘോഷിച്ചിരുന്നില്ലല്ലോ ഡാഡ്, പിന്നെ ഈ ബർത്ത്ഡേക്ക് എന്താണ് പ്രത്യേകത എന്ന് ചോദിക്കുകയാണ് ഹണ്ടർ. അതൊന്നുമില്ല മോനെ, നിനക്കിന്ന് വാങ്ങിത്തരണമെന്ന് എനിക്ക് തോന്നി. ഞാനൊരു തീരുമാനമെടുത്തിട്ടുണ്ട്, അതിന് നിന്റെ സമ്മതം വേണം എന്ന് പറയുകയാണ് വില്ല്. ഇത് കേട്ടപ്പോൾ തന്നെ കാര്യം മനസ്സിലായ ഹണ്ടർ, എന്താണ് ഡാഡ്, ഈ സ്ഥലം വിട്ട് താഴേക്ക് പോവാൻ നിൽക്കുകയാണോ എന്ന് ചോദിക്കുകയാണ്. അതെ മോനെ, നിനക്കുള്ള ഓക്സിജൻ സിലിണ്ടർ ഇനി ഒരെണ്ണം കൂടിയേ ബാക്കിയുള്ളൂ. ബോൾഡർ എന്ന സ്ഥലത്തുള്ള ഹോസ്പിറ്റലിൽ എന്തായാലും സിലിണ്ടർ ഉണ്ടാവും. ഞാനും അതെടുത്ത് തിരിച്ചു വരാൻ 2 ദിവസമാവും. അത്രയും ദിവസം നീ ഇവിടെ സൂക്ഷിച്ചിരിക്കണം എന്ന് പറയുകയാണ് വില്ല്. ഇത് കേട്ടതും ഹണ്ടറിന് കരച്ചിൽ വരികയാണ്. മമ്മിയും ഇങ്ങനെ പറഞ്ഞു പോയതാണ് എന്ന് പറഞ്ഞ് വിഷമിക്കുകയാണ്.
അവനെ സമാധാനിപ്പിച്ചു കിടത്തിയുറക്കുന്ന വില്ല് രാത്രി മുഴുവൻ മാപ്പിൽ ബോൾഡറിലേക്ക് പോവാൻ പറ്റുന്ന എളുപ്പവഴി നോക്കുകയാണ്. പെട്ടെന്ന് ഹണ്ടറിന് വീണ്ടും ശ്വാസതടസ്സം അനുഭവപ്പെടുന്നു. ഓക്സിജൻ സിലിണ്ടർ ചെക്ക് ചെയ്തപ്പോൾ അതും എംപ്റ്റി ആയിരുന്നു. വേറെ വഴിയില്ലാത്തത് കൊണ്ട് ഒരു എമർജൻസി മെഡിസിൻ ഹണ്ടറിന് കുത്തിവെക്കുന്നു. ആ മെഡിസിൻ ഇടയ്ക്കിടയ്ക്ക് കുത്തിവെച്ചാൽ അതും ഹണ്ടറിൻ്റെ ജീവന് ഭീഷണിയാവും. സോ വില്ല അവിടെ നിന്നും നേരെ പോകുന്നത് നീനയുടെ അടുത്തേക്കാണ്. അവൻ ബോൾഡറിലേക്ക് പോവുകയാണെന്നും സിലിണ്ടർ എടുക്കാൻ സഹായിക്കണമെന്നും പറയുന്നു. എന്താണെന്നാൽ അവൾ ഇതിനു മുമ്പ് അങ്ങോട്ട് പോയിട്ടുണ്ട്, അതുകൊണ്ടാണ് അവളുടെ സഹായം ചോദിക്കുന്നത്. എന്നാൽ അവൾ സഹായിക്കാൻ കഴിയില്ല എന്ന് ഉറപ്പിച്ച് പറയുകയും ഒരു കോമ്പസ് ഉണ്ടാക്കുന്ന ജോലിയിൽ ഏർപ്പെടുകയും ചെയ്യുന്നു. വില്ല് അവിടെ നിന്ന് പോവുകയാണ്. എന്നാൽ അവൻ പോയ ശേഷം നീനയ്ക്ക് വില്ലിൻ്റെ ഭാര്യയെക്കുറിച്ചും മറ്റും ഓർമ്മ വരുന്നു. എന്താണെന്നാൽ അവർ രണ്ടുപേരുമായിരുന്നു അന്ന് താഴേക്ക് പോയത്. അതിൽ വില്ലിൻ്റെ ഭാര്യ മരണപ്പെടുകയും ചെയ്തു. ആ മരണത്തിന് കാരണക്കാരൻ താനാണോ എന്ന കുറ്റബോധം നീനയിൽ ഉണ്ടാകുന്നു. നീന വില്ലിൻ്റെ കൂടെ പോവാൻ തീരുമാനിക്കുന്നു. ഹണ്ടറിനെ ക്യാമ്പിലുള്ള ഒരു ലേഡിയെ ഏൽപ്പിച്ച ശേഷം വില്ല് നേരെ അവിടെയുള്ള വെപ്പൺസ് ഷോപ്പിലേക്ക് പോകുന്നു. അവിടെ എത്തിയ കേറ്റി അവളും വരുന്നുണ്ട് എന്ന് പറയുന്നു. എന്നാൽ വില്ല് അതിനെ എതിർക്കുന്നുണ്ടെങ്കിലും അവസാനം അതിന് സമ്മതിക്കുന്നു. അങ്ങനെ വില്ലും കേറ്റിയും നീനയും കൂടെ യാത്ര പുറപ്പെടുന്നു. 8000 അടിയിൽ അവർ വരച്ചിട്ടിരുന്ന ആ വൈറ്റ് സേഫ്റ്റി ലൈനിൻ്റെ അടുത്തേക്ക് അവർ എത്തുന്നു. അതിനടുത്തുകൂടെ പതിയെ നടന്നു പോകാനാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. പ്രധാനമായും റീപ്പേഴ്സ് മനുഷ്യരെ കണ്ടുപിടിക്കുന്നത് മനുഷ്യർ ശ്വാസത്തിലൂടെ പുറത്തുവിടുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ ട്രാക്ക് ചെയ്താണ്. റീപ്പേഴ്സിന്റെ സാന്നിധ്യം അടുത്ത് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയുള്ള കോമ്പസ് ആയിരുന്നു നീന ഉണ്ടാക്കിയിരുന്നത്. റീപ്പേഴ്സിന്റെ പുറത്തുള്ള ഷീൽഡിൽ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അത് ഡിറ്റക്ട് ചെയ്താണ് ആ കോമ്പസ് വർക്ക് ചെയ്യുന്നത്. ആ കോമ്പസ് വെച്ച് ചെക്ക് ചെയ്ത ശേഷം ഇവിടെ അടുത്തൊന്നും ഇപ്പോൾ റീപ്പേഴ്സ് ഇല്ല, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നും പോകണമെന്ന് പറയുകയാണ് നീന. പോകുന്ന വഴിയിൽ ഒരു ട്രക്കിൽ നിന്നും അവർക്ക് കുറച്ച് വെപ്പൺസ് കൂടെ ലഭിക്കുന്നു. ഇതിനിടയിൽ കേറ്റിയും നീനയും തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. രണ്ടുപേർക്കും പരസ്പരം ഒരു ദേഷ്യമുണ്ടായിരുന്നു. അവിടെ നിന്നും വീണ്ടും അവർ യാത്ര ആരംഭിക്കുന്നു. ഒരു പ്രദേശത്തെത്തുമ്പോൾ അവിടെ കുതിരകൾ മേയുന്നത് അവർ കാണുന്നു. മനുഷ്യരില്ലാത്തത് കൊണ്ട് ഭൂമിയിൽ അവശേഷിക്കുന്ന ജീവികൾ മനസ്സമാധാനത്തോടെ ജീവിക്കുന്നത് കാണിക്കുന്നു. അങ്ങനെ ഒരു ചെയർ ലിഫ്റ്റിന്റെ അടുത്തേക്ക് അവർ എത്തുന്നു. പെട്ടെന്ന് നീനയുടെ കോമ്പസിൽ റീപ്പേഴ്സിന്റെ സാന്നിധ്യം കാണിക്കുന്നു. എല്ലാവരോടായും ഓടാനായി വില്ല് പറയുമ്പോൾ അതുകൊണ്ട് കാര്യമില്ല, നമുക്ക് രക്ഷപ്പെടാനാവില്ല, ഈ ചെയർ ലിഫ്റ്റ് ഉപയോഗിച്ചാൽ പെട്ടെന്ന് 8000 അടി മുകളിൽ എത്താനാവുമെന്ന് പറയുകയാണ് നീന. അതുതന്നെയാണ് ശരിയെന്ന് മനസ്സിലാക്കിയ വില്ല് ചെയർ ലിഫ്റ്റ് പ്രവർത്തിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഇതിനിടയിൽ കേറ്റി റീപ്പറിന് നേരെ ഒരു ബോംബ് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അതിന് ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. ആ റീപ്പർ അവരുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കഷ്ടപ്പെട്ട ശേഷം വില്ല് ആ ചെയർ ലിഫ്റ്റ് പ്രവർത്തിപ്പിക്കുന്നു. വില്ലും നീനയും അതിൽ കയറി സേഫ് ആയെങ്കിലും കേറ്റി കുറച്ച് അപ്പുറത്തായിരുന്നു. പെട്ടെന്ന് തന്നെ അവിടെയുള്ള പില്ലറിൽ കയറി ആ ചെയർ ലിഫ്റ്റിലേക്ക് ചാടിക്കയറുന്നു. എന്നാൽ ഇവരെ പിന്തുടർന്ന ആ റീപ്പർ ചെയർ ലിഫ്റ്റ് തള്ളി താഴെയിടുന്നു. അതിൽ നിന്നും ഓടുന്ന അവർ 3 പേരും ഓടി സേഫ് ലൈനിനടുത്തേക്ക് എത്തുന്നു. ജസ്റ്റ് മിസ്സിൽ അവർ 3 പേരും രക്ഷപ്പെടുന്നു. അന്ന് രാത്രി അവിടെയുള്ള പഴയൊരു വീട്ടിൽ തങ്ങുകയാണ് അവർ. നീനയും കേറ്റും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ അവർക്കിടയിൽ ഒരു സൗഹൃദം ഉടലെടുക്കുന്നു. അവിടെയുള്ള ഒരു മദ്യക്കുപ്പി എടുത്ത് എല്ലാവർക്കും കൊടുക്കുകയാണ് നീന. ശേഷം റീപ്പേഴ്സിനെ കുറിച്ച് സംസാരിക്കാൻ ആരംഭിക്കുന്നു. എൻ്റെ നിരീക്ഷണത്തിൽ നിന്നും എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങളുണ്ട്. ആ ജീവികൾ ഒരിക്കലും ക്ഷീണിതരായി കാണപ്പെടാറില്ല. ഭക്ഷണം കഴിക്കുന്നതായോ റെസ്റ്റ് എടുക്കുന്നതായോ പോലും കണ്ടിട്ടില്ല. എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ ആ ജീവികൾ ഒരു ബയോളജിക്കൽ ക്രിയേച്ചേഴ്സ് അല്ല, മറ്റെന്തോ ആണ് എന്ന് പറയുകയാണ് നീന. കുറച്ച് സമയത്തിന് ശേഷം നീനയും കേറ്റിയും കിടന്നുറങ്ങുന്നു. എന്നാൽ തൻ്റെ ഭാര്യയെ ആലോചിച്ച് വിഷമിച്ചിരിക്കുകയാണ് വില്ല്. അടുത്ത ദിവസം അവർ ഒരു തുരങ്കത്തിനടുത്തേക്ക് എത്തുന്നു. ഇനി ഈ തുരങ്കത്തിലൂടെ പോയാൽ ഇവർക്ക് എളുപ്പം ബോൾഡർ ഹോസ്പിറ്റലിൽ എത്താനാവും. എന്നാൽ അവിടെയും ചില പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ അവർ നിൽക്കുന്നത് 8000 അടി മുകളിൽ സേഫ്റ്റി ലൈനിൽ ആണെങ്കിലും തുരങ്കത്തിന്റെ ചില ഭാഗങ്ങൾ 8000 അടിക്ക് താഴെയാണ്. അവിടെ ആ ജീവികൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. വേറെ വഴിയില്ലാത്തത് കൊണ്ട് അവർ ആ തുരങ്കത്തിലൂടെ തന്നെ പോവാൻ തീരുമാനിക്കുന്നു. നീനയുടെ കയ്യിലുള്ള റീപ്പേഴ്സിനെ ഡിറ്റക്ട് ചെയ്യുന്ന കോമ്പസ് ആ തുരങ്കത്തിനുള്ളിൽ വർക്ക് ആവുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ആ തുരങ്കത്തിലൂടെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് അവർ. എന്നാൽ ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഇവർക്ക് പോവേണ്ട വഴി എന്തോ കാരണത്താൽ അടച്ചിട്ടിരിക്കുന്നതാണ് കാണുന്നത്. അത് കണ്ടതും വില്ല് ടെൻഷനാവുന്നു. ഇതാണ് ആകെയുള്ള വഴി, ഇനി നമുക്ക് പോകണമെങ്കിൽ ഇവിടെയുള്ള ചെറിയ തുരങ്കത്തിലൂടെ താഴേക്ക് പോവേണ്ടി വരും. എന്നാൽ അത് 8000 അടിക്ക് താഴെയാണ്.
എന്ന് പറയുകയാണ് വില്ല്. അവർക്ക് മുമ്പിൽ വേറെ വഴിയില്ലാത്തതിനാൽ ആ ചെറിയ തുരങ്കത്തിലൂടെ പോവാനായി തീരുമാനിക്കുന്നു. ഒരു ചെറിയ തുരങ്കത്തിലൂടെ കടന്ന് അവർ വേറെ ഒരു വഴിയിലേക്ക് എത്തുന്നു. അതിലൂടെ സ്പീഡിൽ നടക്കുകയാണ് അവർ. എന്താണെന്നാൽ ഇപ്പോൾ എന്തായാലും 8000 അടിക്ക് താഴെയാണ് അവർ. തുരങ്കത്തിനുള്ളിൽ എയർ സർക്കുലേഷൻ കുറവായതിനാൽ നമ്മൾ പുറത്തുവിടുന്ന കാർബൺ ഡയോക്സൈഡ് അതിന് എളുപ്പം ഡിറ്റക്ട് ചെയ്യാനാവും. എപ്പോൾ വേണമെങ്കിലും റീപ്പറിന്റെ അറ്റാക്ക് ഉണ്ടാവാം. അത് മനസ്സിലാക്കാനുള്ള കോമ്പസ് പോലും വർക്കാവുന്നില്ല. ഇങ്ങനെയെല്ലാം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയം പെട്ടെന്ന് റീപ്പറിന്റെ ഒരു അലർച്ച അവർ കേൾക്കുകയാണ്. തിരിഞ്ഞു നോക്കുന്ന ഇവർ കാണുന്നത് ഇവരെ തന്നെ നോക്കി നിൽക്കുന്ന ഒരു റീപ്പറിനെയാണ്. അവർ വേഗത്തിൽ തന്നെ അവിടെ നിന്നും ഓടാൻ ആരംഭിക്കുന്നു. എന്നാൽ ആ ജീവി അവരെ വിടാതെ പിന്തുടരുകയാണ്. അവിടെയുള്ള ഒരു ചെറിയ ഗുഹയിലേക്ക് കയറി ഒളിച്ചിരിക്കുകയാണ് അവർ. അതിലേക്ക് കയറാൻ ആ ജീവിക്ക് സാധിക്കുന്നില്ല. എന്നാൽ അതിന്റെ ടെന്റക്കിൾസ് പോലെയുള്ള ഒരു ഭാഗം ആ ഗുഹയിലേക്ക് കടത്തിവിട്ട് അവിടെ മനുഷ്യരുണ്ടോ എന്ന് ചെക്ക് ചെയ്യുകയാണ് റീപ്പർ. അവർ 3 പേരും ശ്വാസം വിടാതെ പിടിച്ചു നിൽക്കുകയാണ്. എന്താണെന്നാൽ ശ്വാസത്തിലെ കാർബൺ ഡയോക്സൈഡിനെയാണല്ലോ അത് ട്രാക്ക് ചെയ്യുക. അവിടെ നിന്നും രക്ഷപ്പെട്ട് ഓടുന്നതിനിടയിൽ കേറ്റി റീപ്പറിന്റെ കയ്യിൽ പെടുന്നു. ആ ജീവി അവളെ കൊമ്പിൽ കുത്തിയെടുക്കുകയും അവിടെ നിന്ന് കൊണ്ടുപോവുകയും ചെയ്യുന്നു. അതോടെ കേറ്റി മരണപ്പെടുന്നു. വില്ലിന് അത് നോക്കി നിൽക്കാൻ മാത്രമേ കഴിഞ്ഞിരുന്നുള്ളൂ. പെട്ടെന്ന് തന്നെ ആ തുരങ്കത്തിൽ നിന്നും പുറത്തു കടക്കാൻ ശ്രമിക്കുകയാണ് വില്ലും നീനയും. ഒരുപാട് നേരത്തെ പരിശ്രമത്തിനൊടുവിൽ അവർ തുരങ്കത്തിന്റെ മറുവശമുള്ള സേഫ്റ്റി ലൈനിനുള്ളിലേക്ക് കയറുന്നു. കേറ്റിയെ നഷ്ടപ്പെട്ടതിൽ അവർ ഒരുപാട് വിഷമിക്കുന്നു. നീന സങ്കടം സഹിക്കാനാവാതെ കരയുകയും ചെയ്യുന്നു. ആ ജീവികളെ വെറുതെ വിടരുത്, എല്ലാത്തിനെയും നശിപ്പിക്കണം എന്നെല്ലാം പറഞ്ഞു കരയുകയാണ് നീന. കുറച്ചു സമയത്തിന് ശേഷം അവർ വീണ്ടും യാത്ര ആരംഭിക്കുകയും അവിടെ കണ്ട ഒരു പഴയ വീട്ടിൽ കയറി വിശ്രമിക്കുകയും ചെയ്യുന്നു. രാത്രി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയം അവർ ഓരോ കാര്യങ്ങൾ സംസാരിക്കുകയായിരുന്നു. എന്നോട് ക്ഷമിക്കണം വിൽ, നിങ്ങളുടെ ഭാര്യയെ കൂട്ടി ഞാൻ അന്ന് താഴേക്ക് വരരുതായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അവളെ നഷ്ടമായത് എന്നെല്ലാം പറയുകയാണ് നീന. നീ അവളെ കൂട്ടിക്കൊണ്ടുപോയത് ശരി, പക്ഷേ എന്ത് കാരണം കൊണ്ടാണ് അവളെ കൊണ്ടുപോയത്? നീ പണ്ട് ജോലി ചെയ്ത ലാബിൽ റീപ്പേഴ്സിനെ കൊല്ലാൻ പറ്റുന്ന എന്തോ ആയുധമുണ്ട് എന്നെല്ലാം പറഞ്ഞാണ് അന്ന് അവൾ പോയത്. എന്തായുധമാണത് എന്ന് ചോദിക്കുകയാണ് വില്ല്. ഇല്ല, അങ്ങനെ ഒരു ആയുധമൊന്നും അവിടെയില്ല. എന്നാൽ നമുക്കത് കണ്ടുപിടിക്കാനാവും. ആ ജീവികളുടെ ശരീരം ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഷീൽഡ് കൊണ്ടുള്ളതാണ്. അതുകൊണ്ട് ഏത് തരം ബുള്ളറ്റ് വന്നാലും ആ ജീവിയുടെ ശരീരത്തിൽ ഏൽക്കില്ല. എന്നാൽ ഏതെങ്കിലും തരത്തിലുള്ള ബുള്ളറ്റ് അതിന്റെ ശരീരത്തിൽ തുളച്ചു കയറാൻ സാധ്യതയുണ്ടോ എന്നാണ് ഞങ്ങൾ പരീക്ഷണം ചെയ്തിരുന്നത്. ആ ഇലക്ട്രോ മാഗ്നറ്റിക് ഷീൽഡ് തകർക്കണമെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു നെഗറ്റീവ് എനർജി ആവശ്യമാണ്. അപ്പോൾ ആ ഇലക്ട്രോ മാഗ്നറ്റിക് ഷീൽഡ് വർക്കാവില്ല. എന്നാൽ ബുള്ളറ്റിൽ നിന്നും അങ്ങനെ ഒരു നെഗറ്റീവ് എനർജി പുറപ്പെടുവിക്കാൻ പറ്റുന്ന ഒരു കെമിക്കൽ കോമ്പണന്റ് ഇപ്പോൾ നമ്മുടെ കയ്യിലില്ല. എന്നാൽ ഞാൻ ജോലി ചെയ്തിരുന്ന പോലുള്ള ഒരു ലാബും കുറച്ച് സമയമുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ബുള്ളറ്റ് ഉണ്ടാക്കിയെടുക്കാനാവും. അതിനുവേണ്ടിയാണ് ഞാനന്ന് നിങ്ങളുടെ ഭാര്യയെ കൂട്ടി ലാബിലേക്ക് പോയത്. എന്നാൽ അവിടെ വന്ന റീപ്പേഴ്സ് അവളെ കൊന്നുകളഞ്ഞു. എനിക്കത് കണ്ടു നിൽക്കാൻ മാത്രമേ സാധിച്ചിരുന്നുള്ളൂ എന്ന് പറയുകയാണ് നീന. ഇതെല്ലാം കേട്ട് വില്ല് ഒന്നും പറയാതെ അവിടെ ഇരിക്കുകയാണ്. അടുത്ത ദിവസം അവിടെയുള്ള കാറെടുത്ത് 8000 അടി താഴെയുള്ള ബോൾഡർ എന്ന സിറ്റിയിലേക്ക് പോവാൻ നിൽക്കുകയാണ് അവർ. നേരെ അവർ പോകുന്നത് ബോൾഡർ ഹോസ്പിറ്റലിലേക്കാണ്. കാരണം അവിടെയാണ് വില്ലിന് ആവശ്യമായ ഓക്സിജൻ സിലിണ്ടേഴ്സ് ഉള്ളത്. അവിടെയുള്ള സ്റ്റോർ റൂമിൽ പോയി അന്വേഷിക്കുകയാണ് അവർ. പെട്ടെന്ന് നീനയുടെ കോമ്പസ് വർക്കാവാൻ ആരംഭിക്കുന്നു. ആ ജീവി ഇവിടെ അടുത്തെവിടെയോ ഉണ്ട് എന്ന് പറയുകയാണ് നീന. ഇത് കേട്ടതും അവിടെയുള്ള സിലിണ്ടേഴ്സ് എടുത്ത് ഓടാൻ ആരംഭിക്കുകയാണ് അവർ. എന്നാൽ റീപ്പേഴ്സ് അവരെ കണ്ടുപിടിച്ചിരുന്നു. അത് അവരെ പിന്തുടരാനും ആരംഭിക്കുന്നു. അവിടെയുള്ള ഒരു സ്ഥലത്ത് കുറച്ച് സിലിണ്ടേഴ്സ് ഇരിക്കുന്നത് കാണുന്ന വില്ല് അവിടെ ഒളിച്ചിരിക്കുകയും റീപ്പർ അടുത്തെത്താനായപ്പോൾ ആ സിലിണ്ടേഴ്സ് ഷൂട്ട് ചെയ്ത് പൊട്ടിക്കുകയും ചെയ്യുന്നു. ആ പൊട്ടിത്തെറിയിൽ ആ ജീവി തെറിച്ച് പുറത്തേക്ക് വീഴുന്നു. അവർ രണ്ടുപേരും ആ ജീവിയെ പോയി നോക്കുന്നു. അനക്കമൊന്നും കാണുന്നില്ല. പെട്ടെന്ന് തന്നെ അവർ അവിടെ നിന്നും പോവാൻ നിൽക്കുകയാണ്. എന്നാൽ നീന തിരിച്ചു പോവാൻ സമ്മതിക്കുന്നില്ല. ഇത്ര ദൂരം വന്നതല്ലേ, ഞാൻ ജോലി ചെയ്ത ലാബിൽ പോയി ബുള്ളറ്റിൽ പരീക്ഷണങ്ങൾ ചെയ്തു നോക്കാമെന്ന് പറയുകയാണ് നീന. വില്ലും അത് സമ്മതിക്കുന്നു. കാർ സ്റ്റാർട്ട് ചെയ്ത് അവർ ലാബിലേക്ക് ലക്ഷ്യം വെച്ച് നീങ്ങുന്നു. ഈ സമയം അവിടെ വീണ് കിടക്കുന്ന റീപ്പറിനെ കാണിക്കുന്നു. അത് ഇപ്പോഴും ചത്തിട്ടില്ലായിരുന്നു. ലാബിലെത്തിയ നീന അവരുടെ കയ്യിലുള്ള റീപ്പറിന്റെ ഒരു ഷീൽഡ് അവിടെ ഒരു സ്ഥലത്ത് സ്ഥാപിക്കാൻ വില്ലിനോട് പറയുന്നു. അത് ചെയ്ത ശേഷം വില്ല് ജനലിലൂടെ റീപ്പേഴ്സ് അങ്ങോട്ട് വരുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുന്നു. അവിടെയുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നീന. ഈ സമയം അവളുടെ ഫാമിലി ഫോട്ടോ വില്ല് കാണുകയും
നിനക്കൊരു ഫാമിലി ഉണ്ടായിരുന്ന കാര്യം എനിക്ക് അറിയില്ലായിരുന്നു എന്ന് പറയുന്നു. ആ ഫോട്ടോ കാണുന്ന നീന ഒരുമാതിരിയാവുന്നു. എല്ലാം ഒരു രാത്രി കൊണ്ട് അവസാനിച്ചു, ഇനി അതിനെക്കുറിച്ചോർത്തിരുന്നിട്ട് കാര്യമില്ല എന്ന് പറയുകയാണ്. അവൾ കണ്ടുപിടിച്ച ആ കെമിക്കൽ ബുള്ളറ്റിൽ പുരട്ടിയ ശേഷം അവിടെയുള്ള ഷീൽഡിലേക്ക് ഷൂട്ട് ചെയ്യുന്നു. എന്നാൽ അതിന് ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. ഇത് കാണുന്ന നീനയ്ക്ക് ഒരുപാട് വിഷമമാവുന്നു. വില്ല്, നീ ഇവിടെ നിന്ന് പോയിക്കോളൂ, നിന്റെ മകനെ പോയി നോക്കൂ. ഞാൻ ഇവിടെ തന്നെ നിന്ന് ഇത് ശരിയാക്കാൻ ശ്രമിക്കാം. സപ്പോസ് ഞാൻ എൻ്റെ പരീക്ഷണത്തിൽ വിജയിക്കുകയാണെങ്കിൽ എൻ്റെ പഴയ കാർ താഴെയുണ്ട്, അതുപയോഗിച്ച് തിരിച്ചു വന്നോളാം, നീ തിരിച്ചു പോകൂ എന്ന് പറയുകയാണ് നീന. വില്ലിന് അവളെ അവിടെ ഉപേക്ഷിച്ച് പോരാൻ മനസ്സിലെങ്കിലും ഹണ്ടറിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ അവിടെ നിന്ന് പോവാൻ തീരുമാനിക്കുന്നു. കാറെടുത്ത് അവിടെ നിന്ന് പോവുകയാണ് വില്ല്. ഈ സമയമെല്ലാം ഓരോ കെമിക്കൽസ് ബുള്ളറ്റിൽ പുരട്ടി ഷീൽഡിലേക്ക് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നീന. എന്നാൽ ഷീൽഡിന് ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. ഈ സമയം അവിടെയുള്ള കൊബാൾട്ട് എന്ന കെമിക്കൽ നീനയുടെ ശ്രദ്ധയിൽപ്പെടുന്നു. ഈ സമയം അവളുടെ കയ്യിലെ കോമ്പസിൽ അടുത്ത് റീപ്പേഴ്സ് ഉണ്ടെന്ന് കാണിക്കുന്നു. അവസാന പരീക്ഷണം എന്ന പോലെ കൊബാൾട്ട് പുരട്ടി ബുള്ളറ്റ് ഗണ്ണിൽ ലോഡ് ചെയ്യുകയാണ് നീന. അപ്പോഴേക്കും അവിടേക്ക് റീപ്പർ എത്തിയിരുന്നു. അതിനു നേരെ ഷൂട്ട് ചെയ്യുകയാണ് നീന. എന്നാൽ അവൾക്ക് എന്ത് സംഭവിച്ചു എന്ന് കാണിക്കുന്നില്ല. ആ സീൻ അവിടെ കട്ടാവുന്നു. സ്പീഡിൽ കാർ ഓടിച്ചു പോവുകയാണ് വില്ല്. പെട്ടെന്ന് അവൻ്റെ കാർ ആക്സിഡന്റ് ആവുകയും വില്ലിൻ്റെ ബോധം പോവുകയും ചെയ്യുന്നു. കുറച്ചു സമയത്തിനു ശേഷം ബോധം വന്ന വില്ല് ഗ്ലാസ് തകർത്ത് കാറിനുള്ളിൽ നിന്നും പുറത്തു വരുന്നു. അവൻ്റെ ബാഗും എടുത്ത് വേഗത്തിൽ അവിടെ നിന്നും ഓടുകയാണ് വില്ല്. എന്നാൽ അവൻ്റെ സാന്നിധ്യം റീപ്പേഴ്സ് മനസ്സിലാക്കുകയും അവനെ ഫോളോ ചെയ്യാൻ ആരംഭിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇപ്പോൾ അവനെ 4-5 റീപ്പേഴ്സ് ഒരുമിച്ചാണ് പിന്തുടരുന്നത്. ഓടിയോടി അവസാനം അവൻ വൈറ്റ് സേഫ്റ്റി ലൈൻ കാണുന്നു. എന്നാൽ അതിനടുത്ത് എത്തിയപ്പോൾ അവിടെയും ഒരു റീപ്പർ നിൽക്കുന്നത് വില്ല് കാണുന്നു. ഇപ്പോൾ 2 റീപ്പറിന് നടുവിൽ പെട്ടുപോയിരിക്കുകയാണ് വില്ല്. അവൻ്റെ കയ്യിലുള്ള ഗണ്ണ് കൊണ്ട് ആ ജീവികളെ ഷൂട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ആ ജീവികൾക്ക് ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. തൻ്റെ മരണം അടുത്തെന്ന് മനസ്സിലാവുന്ന വില്ല് അവൻ്റെ മകനെ ഓർത്ത് വിഷമിക്കുകയും ചെയ്യുന്നു. പെട്ടെന്ന് ആ റീപ്പറിനെ ആരോ ഷൂട്ട് ചെയ്യുന്നു. ആ ബുള്ളറ്റ് കൊണ്ടതും റീപ്പർ പൊട്ടിച്ചെതറുന്നു. ആരാണെന്ന് നോക്കുമ്പോൾ അത് നീനയായിരുന്നു. ബാക്കി അവിടെയുണ്ടായിരുന്ന 2 റീപ്പറുകളെയും അവൾ കൊല്ലുന്നു. ചത്തുകിടക്കുന്ന ആ ജീവികളെ ഇവർ പോയി നോക്കുമ്പോൾ അത് നീന പറഞ്ഞതുപോലെ ഒരു ബയോളജിക്കൽ ക്രിയേച്ചേഴ്സ് അല്ലായിരുന്നു. എന്തോ ഒരു ടെക്നോളജി ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന മെഷീനുകളാണ്. ഇവർ മെഷീൻസ് ആയിരുന്നു, മൃഗങ്ങളല്ലേ എന്ന് ചോദിക്കുകയാണ് വില്ല്. അതെ, ഇതെന്തോ ഒരു റോബോട്ടാണ്, മനുഷ്യരെ മാത്രം കൊന്നുകളയാൻ വേണ്ടി പ്രോഗ്രാം ചെയ്ത പോലെയാണ് ഈ ജീവികൾ. ഇതിന് പിന്നിൽ മറ്റെന്തോ വലിയ അപകടം വരാനിരിക്കുന്നുണ്ട് എന്ന് പറയുകയാണ് നീന. എന്നാൽ എന്തായിരിക്കും അവർ 8000 അടിക്ക് മുകളിൽ വരാത്തതെന്ന് ചോദിക്കുമ്പോൾ അറിയില്ല, എന്തായാലും നമുക്ക് കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞ് അവിടെ നിന്നും പോവുകയാണ് അവർ. അങ്ങനെ അവർ അവരുടെ ക്യാമ്പിൽ എത്തിച്ചേരുന്നു. വില്ലിനെ കണ്ടതും ഹണ്ടർ സന്തോഷത്തോടെ ഓടി അടുത്ത് വരുന്നു. ഈ സമയം നീന അവിടെയുള്ള ഒരു ഫ്ലാഗ് ഉയർത്തിക്കെട്ടുന്നു. അതിനർത്ഥം ആ ജീവികളെ കൊല്ലാനുള്ള വഴി കണ്ടുപിടിച്ചു എന്നാണ്. മറ്റു ക്യാമ്പിലുള്ളവരും ആ ഫ്ലാഗ് ഉയരുന്നത് കാണുന്നു. എല്ലാവരും ഒരുപാട് സന്തോഷിക്കുന്നു. എല്ലാവരും ചേർന്ന് റീപ്പേഴ്സിനെ കൊല്ലാനുള്ള ബുള്ളറ്റ് ഉണ്ടാക്കിയെടുക്കുന്നു. നീന ആ ജീവികളുടെ ശരീരത്തിൽ പരീക്ഷണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാം ശരിയായ ശേഷം റീപ്പേഴ്സിനെ കൊല്ലാൻ പോവുകയാണ് നീന. പോകുന്നതിന് മുൻപ് കേറ്റിയുടെ പേരെഴുതിയ ഒരു ബുള്ളറ്റ് അവിടെ വെച്ച ശേഷം വൈറ്റ് ലൈനും കടന്നു പോവുകയാണ് അവർ. മറ്റു ക്യാമ്പിലുള്ളവരും ഈ സമയം റീപ്പേഴ്സിനെ കൊല്ലാൻ ആരംഭിക്കുന്നു. ഭൂമി വീണ്ടും മനുഷ്യന്റെ അധീനതയിലേക്ക് വരുന്നു. മൂവിയുടെ അവസാനത്തിൽ നീനയും വില്ലും കൂടി ടെലിസ്കോപ്പിലൂടെ ആകാശത്തെ നിരീക്ഷിക്കുമ്പോൾ ഒരുപാട് ഉൽക്കകൾ ഭൂമിയിലേക്ക് വരുന്നത് കാണിക്കുന്നു. ഇങ്ങനെ കാണിച്ചുകൊണ്ട് എലിവേഷൻ എന്ന ഈ മൂവി അവസാനിക്കുന്നു. നീന പറഞ്ഞ വരാനിരിക്കുന്ന എന്തോ വലിയ അപകടമായിരിക്കാം ആ കാണുന്ന ഉൽക്കകൾ. ആരായിരിക്കും മനുഷ്യരെ നശിപ്പിക്കാൻ വേണ്ടി ആ ജീവികളെ പ്രോഗ്രാം ചെയ്ത് അയച്ചിരിക്കുക? എന്തുകൊണ്ടായിരിക്കും ആ ജീവികൾ 8000 അടി മുകളിലേക്ക് വരാത്തത്? ഈ മൂവിക്ക് ഒരു സെക്കൻഡ് പാർട്ട് വരാൻ സാധ്യതയുണ്ട്. കാരണം ഒരുപാട് ചോദ്യങ്ങൾ കാണികളിൽ ഉണ്ടാക്കിയ ശേഷമാണ് എലിവേഷൻ എന്ന ഈ മൂവി അവസാനിക്കുന്നത്. ഇനിയും ഇതുപോലുള്ള മൂവി എക്സ്പ്ലനേഷൻ വീഡിയോസ് കാണാനായി എക്സ്പ്ലനേഷൻ ഫയൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ബൈ ബൈ.